ഹരേ കൃഷ്ണ, രാധേശ രാധേശ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ഉച്ചപൂജ? നട അടച്ച് തുറക്കുമ്പോൾ ആ അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ. എന്തായിരിക്കും ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം? നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് ഉച്ചപൂജ അലങ്കാരം കാണാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിലേക്ക്, ഗുരുഭവനപുരിയിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. എൻ്റെ ഈ ശബ്ദത്തോടൊപ്പം എന്നോടൊപ്പം എല്ലാവരെയും ആ ശ്രീലകത്തേക്ക് ഭഗവാനെ കാണണ്ടെന്ന് എല്ലാവർക്കും. അപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഈ ശബ്ദത്തോടൊപ്പം നമുക്ക് യാത്ര പോവാം. ഗുരുവായൂർ അമ്പലത്തിലേക്ക് നമുക്ക് യാത്ര പോവാം. അങ്ങനെ എന്നോടൊപ്പം തന്നെ മനസ്സുകൊണ്ട് നിങ്ങൾ എവിടെ ഇരിക്കുന്ന ആളായാലും എവിടെയുള്ള ആളായാലും എന്നോടൊപ്പം ഒരു നിമിഷം എൻ്റെ കൂടെ വരിക, സാക്ഷാൽ ഭഗവാനെ കാണാനായിട്ട്. അതായത് എന്നോടൊപ്പം ഭഗവാനെ കാണാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഗുരുഭവനപുരിയിലേക്ക് യാത്രയാവുന്നു. നമ്മൾ അങ്ങനെ ശ്രീലകത്തേക്ക് പോവാണല്ലേ. എങ്ങനെയാണ് നമ്മുടെ മനസ്സ് പോകുന്നത്? സാക്ഷാൽ കൊടിമരത്തിന് കീഴേ കൂടെ നമ്മൾ നേരിട്ട് ഭഗവാനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് എത്തുകയാണല്ലേ. അങ്ങനെ നമ്മൾ ഒരുമിച്ചുണ്ട് ഭഗവാനെ കാണാൻ എത്തുകയാണ്. എന്താണ് ഇപ്പോൾ ഇത് പ്രത്യേകത? ഇപ്പൊ ഓരോ ദിവസം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. കർക്കിടക മാസത്തിന്റെ പുണ്യൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിങ്ങമാസത്തിലേക്ക് കടന്നു നമ്മൾ. ഇന്ന് ചിങ്ങം 1. അപ്പൊ നമ്മൾ ഇന്ന് ചിങ്ങം 1 എങ്ങനെയായിരിക്കും പൊന്നുണ്ണിക്കണ്ണന് ഇരിക്കേണ്ടാവുക? ഒന്ന് നോക്കാം. നട തുറന്നു. ദർശനത്തിനായിട്ട് എല്ലാവരും, ഭക്തജനങ്ങളെല്ലാവരും തിക്കും തിരക്കും പിടിച്ചാണല്ലേ. പക്ഷെ നമ്മളാവട്ടെ വളരെ സൈലന്റ് ആയിട്ട് ഭഗവാനെ കാണാനായിട്ട് നമ്മൾ അങ്ങനെ നിൽക്കുകയാണല്ലേ. അങ്ങനെ ശ്രീലകത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ കണ്ണ് തുറന്നിങ്ങനെ നോക്കുകയാണ് ഭഗവാന്. എങ്ങനെയാണ് ഭഗവാനുള്ളത്? അനന്തന്റെ പുറത്തിരിക്കുന്ന സാക്ഷാൽ ശംഖചക്രഗദാപൽപധാരിയായിട്ടുള്ള സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനെയാണ് നമ്മള് ശ്രീലകത്ത് നിന്ന് കാണുന്നത് അല്ലേ. പാതാളാഞ്ജനശിലയിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച അതേ രൂപത്തിൽ ഇപ്പോ 2-3 ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം എന്ന് കരുതുന്നു. അങ്ങനെ സാക്ഷാൽ ഗുരുവായൂരപ്പനെ ഇങ്ങനെ ശംഖചക്രഗദാപൽപധാരിയായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ നമുക്ക് അനന്തശായിയായിട്ട്, അനന്തന്റെ പുറത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഭാവത്തെയാണ് നമ്മളിന്ന് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് അല്ലേ. നമ്മളെയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ചിങ്ങം 1 ആ ഒരു പുതുവർഷത്തിന് വരവേൽപ്പിനായിട്ട് നമ്മളെല്ലാവരെയും മനസ്സിങ്ങനെ സന്തോഷിപ്പിക്കാനായിട്ട് അല്ലെ. ഒത്തിരി ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ഉള്ള ആളുകളുണ്ടാവും അല്ലേ. നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ ദുഃഖങ്ങളൊക്കെ. എല്ലാം മറന്നുകൊണ്ട് ഇന്ന് മുതൽ അതാ അനന്തശായിയായിട്ടുള്ള സാക്ഷാൽ പൊന്നു ഗുരുവായൂരപ്പനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് തന്നിട്ടാണല്ലേ ഭഗവാൻ. എന്തൊരു ഭംഗിയാലെ കളമാല അലങ്കാരത്തിൽ ഇങ്ങനെ കണ്ണനെ കാണാനായിട്ട് നല്ല സന്തോഷവാനായിട്ടിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ അനന്തശായിയായിട്ട് മനസ്സിലേക്ക് എല്ലാവരും ഒരു നിമിഷം കൊണ്ടുവരട്ടോ. എല്ലാവരുടെ മനസ്സിലും ഭഗവാൻ ഇങ്ങനെ തന്നെ വരണം. അതായത് ശംഖചക്രഗദാപൽപധാരിയായിട്ട് പത്മം, താമര തഥാസ്തു എന്ന രീതിയിൽ പത്മം ഇങ്ങനെ പിടിച്ച്, താമരയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നമ്മളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മളെങ്ങനെ മനസ്സിലിങ്ങനെ കൊണ്ടുവരിക. എല്ലാവരുടെ മനസ്സിലാകാൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാനെന്ന് പൊന്നും കിരീടമൊക്കെ വെച്ച് കുണ്ടമാലയൊക്കെ താമരമാലയൊക്കെ ചാർത്തിക്കൊണ്ട് അരമണിക്ക് ഇങ്ങനെ കാൽത്തളകള്, തോൾവളകള്, കൈവളകള് ഒക്കെ, കുണ്ടലങ്ങള്, കമ്മല് അതൊക്കെ ഇട്ടുകൊണ്ട് ഒരു കാലിങ്ങനെ വലത്തെ കാലിങ്ങനെ മുകളിലേക്ക് വെച്ച് ഇടത്തെ കാലിങ്ങനെ വലിയ താഴേക്ക് വെച്ച് അനന്തന്റെ പുറത്തിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പൻ തിളങ്ങി നിൽക്കാണ്. നെയ്വിളക്കിന്റെ ശോഭയിലിങ്ങനെ എല്ലാ ഭാഗത്തു നിന്നുള്ള നെയ്വിളക്ക് തെളിഞ്ഞോണ്ട് അല്ലെ മനസ്സിൽ നമ്മുടെ കണ്ണിലേക്ക് നമ്മളെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അനുഗ്രഹം തരാനായിട്ട് ഭഗവാൻ അതേ ഭാവത്തില് അങ്ങനെ തിരുനടയില് ശ്രീലകത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ അടുത്ത് നിന്ന് വരുന്ന
നെയ്വിളക്കിന്റെ ഒക്കെ ശോഭയിൽ ഇങ്ങനെ ആ ചന്ദനത്തിന്റെയും കർപ്പൂരത്തിന്റെയും തുളസിയുടെയും ആ താമരപ്പൂവിന്റെയും മുല്ലമുട്ടുകളുടെയും മുല്ലമാലകളുടെയും ഒക്കെ ഇടകലർന്ന ആ വനമാലയൊക്കെ ചൂടിക്കൊണ്ട് ഗോപീചന്ദന കുറിയൊക്കെ ആയിട്ട് ഭഗവാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ആ നെയ്വിളക്കിന്റെ ശോഭയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഒഴുകി തഴുകി വരുന്ന ആ ഒരു കാറ്റായി, ആ തെന്നലായി ഭഗവാനെ തൊട്ട് തഴുകി വരുന്ന ആ തെന്നൽ നമ്മളെ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങനെ തഴുകിക്കൊണ്ട് നമ്മളെ ഇങ്ങനെ മനസ്സിന് ആശ്വാസമായിക്കൊണ്ട് ഇന്നത്തെ പൊൻപുലരിയിൽ ഭഗവാൻ ഇങ്ങനെ നമ്മളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് എല്ലാറ്റിനും കൂട്ടായിട്ട് ഞാനുണ്ട് ഒപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ പൊൻതാമരയിൽ ഞാൻ അതായിരിക്കുന്നു എന്ന് നമ്മളെ പറഞ്ഞു തരികയാണ്, നമ്മൾക്ക് കാണിച്ചു തരികയാണ് പൊന്നു ഗുരുവായൂരപ്പൻ. അപ്പൊ നമ്മളോടൊപ്പം തന്നെ ഭഗവാൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പു തരും, നമ്മളെ ചേർത്ത് പിടിക്കുന്നു. ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമുക്കൊന്ന് നമസ്കരിക്കാനായിട്ട്, പൊന്നു ഗുരുവായൂരപ്പന്റെ ആ പുഞ്ചിരിയിൽ ഒന്ന് ലയിച്ചു ചേരാനായിട്ട്, ആ കണ്ണിണകളിൽ നമ്മളെയൊക്കെ ഭഗവാൻ ഇങ്ങനെ കാണുന്നുണ്ട്, എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. മനസ്സിലെപ്പോഴും എല്ലാ വ്യഥകളും എല്ലാ അവലാദികളും സർവ്വ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറ്റിത്തരാനായിട്ട് അനുഗ്രഹിച്ചുകൊണ്ട്, ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഇതാ നമ്മുടെ കൂടെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നമ്മുടെ ഒപ്പം നിന്ന് നമ്മളെ ചേർത്ത് പിടിച്ച് താങ്ങായി നിന്ന് തണലായി നിന്ന് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം തരുന്ന പൊന്നു ഗുരുവായൂരപ്പനെ നമുക്കിന്ന് ശ്രീലകത്ത് കാണാം. എത്രയോ മുൻജന്മമായി ചെയ്ത പുണ്യമായിരിക്കാം നമ്മളിങ്ങനെ ഭഗവാൻ ഇങ്ങനെ ശ്രീലകത്ത് കാണാം. നാരായണ നാമം ഉച്ചരിച്ചുകൊണ്ട് ഉറക്കെ ഭഗവാനെ വിളിച്ചുകൊണ്ട് ആ പൊന്നു തൃപ്പാദങ്ങളിൽ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് താണു വണങ്ങിക്കൊണ്ട് ഭഗവാന്റെ ആ പൊൻ കാലുകള്, ആ പവിത്രമായിട്ടുള്ള ആ കാലുകളെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് അവിടെ നിന്ന് വരാൻ മനസ്സ് വരില്ല അല്ലെ? ആർക്കും മനസ്സ് വരില്ല. എന്നാലും നമ്മള് ഒരു നിമിഷം കൊണ്ട് ഭഗവാനിൽ സർവം അർപ്പിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണവസ്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ നമ്മളിലേക്ക് ലയിച്ചുകൊണ്ട് അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് നമുക്കൊന്ന് തിരിയാം. ശ്രീലകത്ത് നിന്ന് അങ്ങനെ തിരിഞ്ഞ് ആ പൊന്നു ഗണപതിയൊക്കെ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് നമ്മളങ്ങനെ തിരിഞ്ഞു വരികയാണ്. അനന്തശായിയായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ പുറകിലുണ്ട്. അങ്ങനെ നമസ്കരിക്കുന്നു, അങ്ങനെ താമരക്കണ്ണനെ കാണുന്നു, മണിക്കിണർ കാണുന്നു, അങ്ങനെ ആ ചുമർ ചിത്ര ഇതൊക്കെ കാണുന്നു അല്ലെ. അങ്ങനെ ഭഗവാന്റെ ആ ശില്പങ്ങളൊക്കെ മനോഹരമായിട്ട് കൊത്തിവെച്ചിട്ടുള്ള എല്ലാ ഭാവങ്ങളും ആ മൺതരികളൊക്കെ നമ്മുടെ കാലിൽ നിന്ന് പറ്റിപ്പിടിക്കുക. അത് കളയാതെ നമ്മളിങ്ങനെ മെല്ലെ വടക്കോട്ട് ഇറങ്ങാം. ആ പൊൻതരികൾ ഭഗവാൻ ഓടി നടന്ന ആ ശ്രീലകത്ത് ഇങ്ങനെ ഭഗവാൻ എപ്പോഴും ഓടി നടന്ന ആ മൺതരികൾ നമ്മുടെ മേലൊന്ന് തട്ടുക, കാലിലൊന്ന് പറ്റിപ്പിടിക്കുക. എന്ത് പുണ്യമാണല്ലേ, എന്ത് ഭാഗ്യമാണല്ലേ. അങ്ങനെ നമുക്ക് ആ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം ചേർന്ന് കണ്ട് ആ പൊൻതളകൾ, ആ പൊൻകിങ്ങിണി നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ഓരോ പാദങ്ങൾ ചുവട് വെച്ചുകൊണ്ട് ആ ശബ്ദത്തോടുകൂടി മനസ്സിങ്ങനെ നിറഞ്ഞുകൊണ്ട് വടക്കോട്ട് ഇറങ്ങിക്കൊണ്ട് നമ്മളങ്ങനെ ആ കൊടിമരച്ചോട്ടിലെത്താണ്. മഞ്ചാടി മണികൾ കാണുന്നുണ്ട് അവിടെ അല്ലേ. ആ മഞ്ചാടി മണികളിൽ അതിന്റെ നടുവിലായി പൊന്നുണ്ണിക്കണ്ണങ്ങനെ ഇരിക്കുന്നതായി നമ്മളിങ്ങനെ സങ്കല്പിക്കുകയാണ്. അവിടെ കണ്ണനുണ്ട്. ആ മഞ്ചാടി മണികൾ 3 പ്രാവശ്യം നെഞ്ചോട് ചേർത്ത് വാരി മെല്ലെ താഴെ വയ്ക്കുന്നുണ്ട്. പൊന്നുണ്ണിക്കണ്ണനെ എടുക്കുന്ന പോലെ താഴെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ കൊടിമരത്തിന് കീഴെ നമ്മൾ കാണുന്നു ആ ദിവ്യമായ നെയ്വിളക്കിന്റെ പ്രകാശം കത്തി ജ്വലിച്ചു നിൽക്കുന്നത് മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അങ്ങനെ താണു വണങ്ങിക്കൊണ്ട് ഭഗവാനെ തൊഴുതുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഈ പൊൻപുലരിയിൽ ചിങ്ങം 1-ാം തീയതി അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കട്ടെ. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. മനസ്സിലിങ്ങനെ എത്തിക്കൊണ്ട് ഭഗവാനെ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഹരേ കൃഷ്ണ രാധേശ്വര രാധേശ്വര ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം.
ഹരിയും എല്ലാവർക്കും നിത്യമായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ രാധേ ശ്യാം.